നമ്മുടെ രുചികരമായിട്ടുള്ള മുരിങ്ങയില വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വടയാണ്. നിങ്ങളെല്ലാവരും ഈ വട ഉണ്ടാക്കി നോക്കണം, കഴിക്കണം. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് മുരിങ്ങയില ഉപയോഗിച്ചിട്ട് ഒരു വടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മുരിങ്ങയില വട. അതിന് നമുക്ക് ഈ മുരിങ്ങയില ഒന്ന് തണ്ടെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി അടർത്തിയെടുക്കാം. ഞാൻ ആ മുരിങ്ങയില ചെറുതായിട്ട് അരിഞ്ഞ് ഇങ്ങനെ കഴുകി എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബാക്കി സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് ചുവന്നുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതൊക്കെ അരിഞ്ഞു വെച്ചത് എടുത്തിട്ടുണ്ട്. ചുവന്നുള്ളിയാണ് കേട്ടോ, സവാളയല്ല, ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിന് 1, 2, 3 പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കുക, എരിവനുസരിച്ച്. ഞാൻ ഒരെണ്ണേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മൈദ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അല്പം സോഡാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ അല്പം സോഡാപ്പൊടി അതിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മളൊരു മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഒരല്പം വെള്ളം ഒഴിച്ച് ഇത് നമുക്കൊന്ന് കട്ടിയിൽ കുഴച്ചെടുക്കാം. നല്ല ഇലയിൽ വെള്ളം ഉള്ളത് കൊണ്ടും മുട്ട ചേർത്തതും ഒക്കെ കൊണ്ട് വളരെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. കുറച്ചും കൂടി മാവ് ചേർക്കണം. ഇനി അത്യാവശ്യം ഉപ്പ്, കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമുക്കിതിലേക്ക് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ചും കൂടി മൈദ ചേർത്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഒരല്പം വെള്ളവും കൂടി ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. കുറച്ച് വെള്ളം ചേർത്താൽ മതി. എരിവിന് വേണ്ടിയിട്ട് നമുക്കൊരല്പം മുളക് തരിയും കൂടി ചേർത്ത് കൊടുക്കാം. പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. കൈ ഒന്ന് വെള്ളത്തിൽ നനച്ച ശേഷം ഇങ്ങനെ ചെറുതായിട്ട് എടുത്ത് ഒന്ന് പരത്തി എണ്ണയിലേക്ക് ഇട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം, വറുത്തെടുക്കാം. അത്ര സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന വടയാണ്. നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ മാവ് ഇങ്ങനെ പരത്തിയിട്ട് കൊടുക്കാം. മൂത്ത് വരുന്ന അനുസരിച്ച് നമുക്കിത് ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ മുരിങ്ങയില വട ഇവിടെ ആയി വരുന്നതാണ്. നമുക്കിത് ഓരോന്നായിട്ട് എടുക്കാം. മൂത്ത് വരുന്നത് നോക്കി ഓരോന്നായിട്ട് നമുക്കിതിൽ എടുത്ത് മാറ്റാം. ബാക്കി ഉണ്ടായിരുന്നതും കൂടി ഇതിലേക്കിട്ട്, ഞാനിത് വറക്കാനൊക്കെ ഉപയോഗിക്കുന്നതെല്ലാം വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയിൽ പാചകം ചെയ്യുമ്പോഴാണ് അതിൻ്റേതായ നല്ല രുചിയിലും ഗുണത്തിലുള്ള ഇത് കിട്ടുക. എനിക്കിഷ്ടം വെളിച്ചെണ്ണ പാചകം ചെയ്യുന്ന, അതുകൊണ്ട് ഞാൻ എല്ലാം ചെയ്യുന്ന വെളിച്ചെണ്ണയിലാണ്. ഇതും വെളിച്ചെണ്ണയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരവും. നമ്മുടെ രുചികരമായിട്ടുള്ള മുരിങ്ങയില വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വടയാണ്. നിങ്ങളെല്ലാവരും ഈ വട ഉണ്ടാക്കി നോക്കണം, കഴിക്കണം.
പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.